യൂട്യൂബ് വീഡിയോ നമ്മളെ അടുത്തുണ്ട്. അപ്പൊ ഈ വീഡിയോന്റെ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു ക്ലാസ്സിനോ അതല്ലെങ്കിൽ ഒരു പ്രസന്റേഷനോ മറ്റുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റിസർച്ചിനോ എന്തിനെങ്കിലും ഭാഗമായിട്ട് നമുക്ക് കിട്ടണം. അതിന് നമ്മളുടെ മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ് ഒന്ന് പറയും. ഹലോ. നിങ്ങൾ ഉദ്ദേശിച്ചത് സ്ക്രിപ്റ്റ് ആയിട്ട് കിട്ടണം എന്നതാണോ? അതെ, അത് നമുക്ക് സ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റണം, റീയൂസ് ചെയ്യാൻ പറ്റണം ആ വീഡിയോ. അതിന് നമുക്ക് നമ്മുടെ മുന്നിലുള്ള വഴികൾ എന്തായിരിക്കും സൊല്യൂഷൻ? നമ്മൾ എഴുതിയെടുക്കേണ്ടി വരും. ഓക്കെ, കേട്ട് എഴുതിയിരിക്കേണ്ടി വരും. തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസോ സൊല്യൂഷൻസോ പറയണ്ടോ? വോയിസ് റെക്കോർഡർ ഓൺ ആക്കിയിട്ട് റെക്കോർഡ് ചെയ്ത് പിന്നെ വോയിസിനെ ഉം. ടെക്സ്റ്റ് ആക്കി മാറ്റുക. വേറെ സൊല്യൂഷൻസ്? സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചിലപ്പോൾ പ്രശ്നമായിരിക്കും. അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ സഫീറ. സബ് ടൈറ്റിലും അവൈലബിൾ ആണെന്ന് നോക്കാം. സബ് ടൈറ്റിൽ അവൈലബിൾ ആണെങ്കിൽ കിട്ടും. ഓക്കെ, സബ് ടൈറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഓക്കെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പലരും ഷെയർ ചെയ്തു. ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യാണ് വിചാരിക്കുന്നത്. പ്രധാനമായിട്ട് ടീച്ചേഴ്സ് ക്വാളിറ്റീസ് പറഞ്ഞിട്ട് നോക്കട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മലയാളത്തിൽ തന്നെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. മലയാളം നമുക്ക് എഫക്റ്റീവ് ആവുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഞാൻ ഈ മലയാളം ലിങ്ക് കോപ്പി ചെയ്തു. ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് ഒരു AI ആപ്പ് ഓപ്പൺ ചെയ്യാണ്. ഞാൻ അതിൽ ലിങ്ക് പേസ്റ്റ് ചെയ്തു. ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ ആ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടില്ല, വീഡിയോ പ്ലേ ചെയ്തിട്ടില്ല. ആ വീഡിയോ പ്ലേ ചെയ്യാതെ ഓപ്പൺ ചെയ്യാതെ ആ വീഡിയോന്റെ അകത്ത് ഉള്ള മുഴുവൻ കണ്ടന്റും പ്രധാനപ്പെട്ട പോയിന്റും ഇവിടെ നമുക്ക് ലിസ്റ്റ് ആയി കിട്ടി. എന്തായിരുന്നു ആ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി, അഡാപ്റ്റബിലിറ്റി, ആക്റ്റീവ് ലിസണിങ്. നമുക്ക് വേണമെങ്കിൽ ഇത് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് തന്നെയാണോ തന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞ ആക്റ്റീവ് ലിസണിങ്. ഇത് ഇപ്പൊ ഈ രണ്ടാമത്തെ പോയിന്റ് കിട്ടാൻ തന്നെ 10 മിനിറ്റ് കാത്തിക്കണം. അതായത് ഇതിന്റെ അകത്ത് ഉള്ള കണ്ടന്റ് നോക്കിയടുത്ത് മൂന്നാമത്തെ ക്രിയേറ്റിവിറ്റി ആണ് പറഞ്ഞത്. ഇവിടെ മൂന്നാമത്തെ സ്ക്രീൻ നോക്കുക, ഇവിടെ ക്രിയേറ്റിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാ 13-ാമത്തെ പറഞ്ഞത് പ്രൊഫഷണലിസ്റ്റ് ആണ്. അതും ആഡ് നമ്പേഴ്സ് എന്ന് പറയും. ഇതിലുള്ള കണ്ടന്റ് ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ കാണാതെ ഇവ കേൾക്കാതെ ഓപ്പൺ ചെയ്യുക പോലും ചെയ്യാതെ ഇതിനകത്തുള്ള കണ്ടന്റ് നമുക്കിവിടെ ഭംഗിയായി കിട്ടി. ഇത് നമുക്ക് ഈ കണ്ടന്റ് നമുക്ക് ഇനി കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ പറയാണ് മേക്ക് PPT നോട്ട് എന്ന് പറയുന്നു. എന്താ ചെയ്യുന്ന നോക്കാം. അപ്പോൾ അതൊരു പവർ പോയിന്റിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പോയിന്റുകളും സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് തന്നു. സ്ലൈഡ് 1, സ്ലൈഡ് 2, സ്ലൈഡ് 3 ഓരോ പോയിന്റുകളും നമുക്കിവിടെ സെറ്റാക്കി തന്നു. ഇതേ കാര്യം നമുക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ സെക്രട്ടറിക്കുള്ളിൽ ഈ സംഗതി കോപ്പി ചെയ്യുന്നു. ഓക്കെ, 10 സ്ലൈഡും കോപ്പി ചെയ്യുന്നു. ഞാൻ പവർ പോയിന്റിൽ വരുന്നു. പവർ പോയിന്റ് വരുന്നു. ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, അതിലെ ഒരു പോയിന്റ് മാത്രം ഞാൻ ഇവിടെ കോപ്പി ചെയ്യുന്നു. ഈ സമയത്ത് ഇവിടെ ഡിസൈൻ സജഷൻ വരുന്നു. പറയുക മാത്രമല്ല ഡിസൈൻ ചെയ്ത് തരുകയും ചെയ്തു. ഓക്കെ, ഞാൻ ഇനി സ്ക്രീൻ തൽക്കാലം ഓഫ് ചെയ്യുന്നു. ഓക്കെ, ഇത് കണ്ടിട്ട് എന്ത് തോന്നി നിങ്ങൾക്ക്? ഇത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയി തോന്നിയോ? ഈ ഒരു ഞാനിപ്പോ വെറും 2 മിനിറ്റ് കൊണ്ട് ചെയ്തൊരു പരിപാടി ഒന്ന് പറയും നിങ്ങളുടെ
കണ്ടതിന് ശേഷമുള്ള റിയാക്ഷൻ? തീർച്ചയായിട്ടും അത് ഉപകാരപ്പെട്ട സാധനമാണ്. ഞാൻ ഇതുവരെ അറിയാത്തൊരു സാധനം തന്നെ കേട്ടോ. ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവരൊന്ന് പറയും. മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാൽ സർ ആവശ്യമുള്ളത് തന്നെയാണ്, പക്ഷെ അത് മനസ്സിലായില്ല, ഇടക്ക് റേഞ്ച് പോയതുകൊണ്ട് ഫുള്ളായിട്ട് ഓക്കെ കിട്ടിയില്ല. ഓക്കെ ഓക്കെ. പിന്നെ ബാക്കിയുള്ള ആളുകളൊന്ന് പറയും. ഇത് ഇംഗ്ലീഷ് മാത്രമേ നമുക്ക് ഇപ്പം കിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ മലയാളമാണ് എടുത്തത്. ഞാൻ അടുത്ത മലയാളം മീഡിയം ആണ്. അതല്ല നമ്മളെ സ്ക്രിപ്റ്റ് കിട്ടുന്നതേ. അല്ലല്ല, മലയാളം കിട്ടും. ഓക്കെ, ഓക്കെ. ഇത് ഞാൻ ചെയ്തത് ഇതായിരുന്നു. ഞാന് പിന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ലിങ്ക് എടുത്തു. ലിങ്ക് എടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് ജെമിനി AI എന്ന് പറഞ്ഞ ആപ്പിൽ കൊണ്ടുപോയിട്ട് ആ ലിങ്ക് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തു. അത് നോട്ടാക്കാം, സ്പീച്ച് ആക്കാം, എന്താണോ അതിലത്തെ കണ്ടന്റ് ബുള്ളറ്റ് പോയിന്റ് ആക്കി തരാൻ പറയാം, എന്തും നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അപ്പൊ തന്നെ ഒരു സാധനം കൂടി ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചു അറിയില്ല, ഇവിടെ ഒരു അറ്റ് എന്നുള്ള ഒരു ചിഹ്നം ടൈപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു യൂട്യൂബ് ചൂസ് ചെയ്തു. ഓക്കെ, ഇത്രയാണ് ചെയ്തത് ഞാൻ. ആ സമയത്ത് ആ വീഡിയോ AI വായിച്ച് മനസ്സിലാക്കിയിട്ട് 2 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂർ, 1 മണിക്കൂർ, 1 മണിക്കൂർ അത് വായിച്ച് മനസ്സിലാക്കി അതിന്റെ കണ്ടന്റ് നമ്മൾ ഒരുപാട് ടൈം എടുത്ത്, നമ്മളിപ്പോ ഇനി 1 മണിക്കൂർ ഒരു സമയം എടുത്താൽ പോലും ഫുൾ അറ്റൻഷൻ കൊടുത്ത് നമ്മൾ ആ പോയിന്റ് നോട്ട് ചെയ്യണം. എന്നാൽ തന്നെ ചിലപ്പോൾ പോയിന്റുകൾ മിസ്സാവാം. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഇതാണ് AI നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരൊറ്റ സാമ്പിളാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഓക്കെ, ഇപ്പോ നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മളൊരു ടൂൾ ട്രെയിനിങ് പ്രോഗ്രാം അല്ല. ഞാനിപ്പോ നിങ്ങൾ ഏതായാലും ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഒരു ടിപ്സ്, ഒരു അഡീഷണൽ സംഗതി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അപ്പൊ ആർക്കും എല്ലാവരും ട്രഡീഷണൽ മെത്തേഡാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഷെയർ ചെയ്യാൻ കാരണം. ഇത് AI വിഷയത്തിൽ ഒരൊറ്റ കേസ് മാത്രമാണ്. ഇതേപോലെ നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാന്ന് പോലും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റൂല. അത്രമാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, AI നമുക്ക് സപ്പോർട്ട്, അല്ലെങ്കിൽ AI നമ്മളെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്കത് കറക്റ്റ് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ ഈ ഒരു സംഗതി ഇനിയുള്ള കാലത്ത് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവാതെ നമുക്ക് പിന്നെ ഒരു പ്രൊഫഷണൽ ലെവലിലേക്കോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ലെവലിലേക്കോ പോകാൻ വലിയ പ്രയാസമാണ്, ഏത് മേഖലയിലാണെങ്കിലും. ഇവിടെയാണ് ഇപ്പോ AI നമ്മളുടെ മേഖലയിൽ എന്ത് എന്ന് ആലോചിക്കുന്ന ആളുണ്ടാവും. ഓരോരുത്തരുടെ പ്രൊഫഷനിലും AI അതിൻ്റെതായ രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഈ രീതിയിൽ എങ്ങനെ നമ്മളുടെ ഫീൽഡിൽ AI നമുക്ക് എങ്ങനെ ഉപകാരപ്പെടും, അതിലൂടെ നമുക്ക് 4-5 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ മാറ്റങ്ങളായിട്ട് വരും. അതൊന്ന്, നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന നമ്മളുടെ ടാസ്കുകൾ, നമ്മളുടെ വർക്കുകൾക്ക് അനുഭവിക്കുന്ന സ്ട്രെസ്, നമ്മളുടെ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, ഓവർലോഡ് ആയിട്ട് ജോലി ഭാരം. ടീച്ചേഴ്സ് സംബന്ധിച്ചിടത്തോളം വീട്ടില് പണികൾ, അതുപോലെ തന്നെ സ്കൂളത്തെ കാര്യങ്ങൾ, പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ, ഇങ്ങനെ അനുഭവിക്കുന്ന കുറെ സ്ട്രെസ്സുകളുണ്ട്. ഇതിനെ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാനും അതിനെ ലഘൂകരിക്കാനും നമുക്ക് AI നമ്മളെ സഹായിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ടൈം എന്ന് പറയുന്നത് വളരെ ടൈം നമുക്കിപ്പോ പലതിനും സമയം കിട്ടുന്നില്ല. പേഴ്സണൽ കാര്യങ്ങൾക്കോ കുടുംബത്തിനൊന്നും സമയം കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ AI നമ്മളുടെ ഫീൽഡിൽ AI അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഒരുപാട് ലാഭിക്കാം എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. കാരണം 4 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് 1 മിനിറ്റ് കൊണ്ടോ 4 മിനിറ്റ് കൊണ്ടോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി 3 മണിക്കൂർ 56 മിനിറ്റ് നമുക്കത് വളരെ മനോഹരമായിട്ട് മറ്റു മേഖലയിൽ ചെലവഴിക്കാൻ പറ്റും. ഇതാണ് ടൈം സേവിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു വീക്ക്നെസ്സുകൾ ഉണ്ടാവും. ഒരു കണ്ടന്റ് തയ്യാറാക്കാൻ പറയാണ്, അല്ലെങ്കിൽ ഒഫീഷ്യലായി ലെറ്റർ തയ്യാറാക്കാൻ പറയാണ്. അത് നമ്മൾ ചിലപ്പോൾ എല്ലാവരും ഇംഗ്ലീഷിൽ എക്യുപ്ഡ് ആയിക്കോളുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ പ്രൊഫഷണൽ ടച്ച് നമുക്ക് എല്ലാ മേഖലയിലും കൃത്യമായിട്ട് നോളജ് ഉണ്ടായിക്കോളുന്നില്ല. പക്ഷേ AI നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു ലെവലിലേക്ക് ഉയർത്തി നമ്മുടേതായ ഒരു പരിമിതികളെ മറികടക്കുവാൻ AI നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. നാലാമത്തെ ബെനിഫിറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്, നമ്മളുടെ ഒരു ഏണിംഗ് സാധ്യതകൾ ഒരുപക്ഷെ AI കൂട്ടും എന്നുള്ളതാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ മറ്റ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജോലി അവരുടെ സമയത്ത് തീർത്താൽ തന്നെ എക്സ്ട്രാ ടൈം ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിൽ നമുക്ക് പലതരത്തിലുള്ള വരുമാന സ്രോതസ്സുകളും നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊരു ജോലി മാത്രം കേൾക്കുന്നില്ല. ചെയ്തുകൊണ്ട് എങ്ങനെ, അത് നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഒരു വിഷയമായിരിക്കും. ഓക്കെ,
അപ്പോ നമ്മളുടെ പുതിയ കാലത്ത് നമുക്ക് ഒരാൾക്ക് മാത്രം ഒരു ഇത് മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇതിനൊക്കെ നമുക്ക് മറികടക്കാൻ എഐയുടെ സാധ്യതകളെ നമുക്ക് പരീക്ഷിച്ചു നോക്കാൻ പറ്റും. അതിനേക്കാൾ ഉപരി നമ്മളുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാന്, നമ്മളുടെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യാന്, നമ്മുടേതായിട്ടുള്ള പിന്നെ എഫിഷ്യൻസി കൂട്ടുക, ഇങ്ങനെ തുടങ്ങുന്ന ഏത് മേഖലയിലും നമുക്ക് വലിയ തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഇഫക്റ്റ് ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാമാണ് ശരിക്ക് എ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എവിടെയോ നടക്കുന്ന, ആർക്കോ വേണ്ടി നടക്കുന്ന ഒരു പ്രോഗ്രാം അല്ല, നമ്മുടെ തന്നെ ഡെയിലി ലൈഫിൽ ഇത് യൂസ്ഫുൾ ആണ് എന്നുള്ളത് നമുക്ക് ഈ ഇതിനകം ബോധ്യമായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ ഒന്ന് യെസ് ടൈപ്പ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം ശരിക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യാം. നമുക്കതൊരു വാലിഡായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പൊ എത്രയും പറഞ്ഞത്? എല്ലാവരും ടൈപ്പ് ചെയ്യും, കേൾക്കുന്ന ആളുകളൊക്കെ, എന്നാലാണ് നമുക്ക് അതിന്റെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക. ഓക്കെ, തീർച്ചയായും നമുക്ക് ആവശ്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് പിന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് കടക്കാം എന്നുള്ളതാണ് പിന്നെ അടുത്ത ചോദ്യം. കാരണം നമുക്കിത് ആവശ്യമാണ്, നമുക്ക് മനസ്സിലായി. ഇത് നമ്മളിപ്പോ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബാക്കിലേക്ക് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഫീൽഡിൽ തന്നെ ഇത് പഠിച്ചു വരുന്ന ആളുകൾ നമ്മളെക്കാൾ ഓവർടേക്ക് ചെയ്യുന്നുള്ളതാണ് ഇനി ഇതിന്റെ ഒരു ചാലഞ്ച് ആയിട്ട് വരിക. ഇപ്പൊ ഇത്രയും ടൂൾ, ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, 10 പേരുള്ള ഒരു ഓഫീസാണ്, 2 പേർക്ക് എഐക്ക് അറിയാം. അവരെന്ത് ചെയ്യും, ഈ 10 ആളുകളുടെ പണി 2 ആൾക്ക് ചെയ്യാൻ പറ്റും, പിന്നെ 8 ആൾ അവിടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റ് ആണ്. അവരെ റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അത് പിന്നെ സംഭവിക്കുക. അപ്പോ നമ്മൾ തന്നെ ചിലപ്പോൾ റീപ്ലേസ് ചെയ്ത് പോകും, നമ്മൾ പോലും അറിയാതെ. അല്ലെങ്കിൽ നമ്മളുടെ തൊഴിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പൊ ഇതിനെ മറികടക്കാൻ നമ്മൾ എഐക്കൊപ്പം പോവുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. കാരണം എഐനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, എഐ നമ്മളെ റീപ്ലേസ് ചെയ്യും, എഐ നമ്മളെ ജോലി കളയാന്നൊക്കെ ചോദിച്ചാൽ അതിന് കൊടുക്കുന്ന ഒരു മറുപടി, എഐ നമ്മളെ ജോലി കളയില്ല, പക്ഷെ എഐ പഠിച്ച ആളുകൾ നമ്മളെ ജോലി തെറിപ്പിക്കും എന്നാണ് അതിന് കൊടുക്കുന്ന ഒരു മറുപടി. അപ്പൊ അതാണ് സംഭവിക്കുക. എഐ പഠിച്ച ആളുകളായിരിക്കും പിന്നെ നമ്മളുടെ ജോലി ഇല്ലാതാക്കുക. അപ്പോൾ അതാണ് ഒരു സംഗതി. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥാപനം മറ്റും നടത്തുകയാണെങ്കിൽ അവിടെ ഉള്ള ആളുകൾക്ക് ഇതിന്റെ സ്കില്ല് കിട്ടിക്കഴിഞ്ഞാലുള്ള സൗകര്യം. കഴിഞ്ഞ ആഴ്ച ഞാൻ കോഴിക്കോട് ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടലിന്റെ പിന്നെ സ്ഥലത്ത് സന്ദർശിച്ചു, ഓഫീസ് സന്ദർശിച്ചു. അപ്പോൾ അതിന്റെ സിഇഒ നമ്മളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അവിടെ അവർ പറഞ്ഞ ഒരു 1 hour സെഷൻ ഇന്ന വിഷയത്തിൽ, അതായത് ഡിസൈനിങ് മേഖലയിൽ AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു സെഷൻ ചെയ്തു തന്നാല്, പ്രത്യേകിച്ച് ക്യാൻവയൊക്കെ ഉപയോഗിച്ച് ചെയ്തു തന്നാല് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന 2 ആളെ അവിടുന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ആ സെക്ഷനിൽ. ഓക്കെ, നമ്മൾ 1 hour സെഷൻ ചെയ്തു. സെഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ അവിടെ എന്തായി, 2 ആളെ ആ ജോലിയിൽ നിന്ന് മാറ്റി അവരെ മറ്റു തസ്തികയിലേക്ക് മാറ്റി. അപ്പൊ അതിനൊരു പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഈ ഒരൊറ്റ മണിക്കൂറിലൂടെ സത്യത്തിൽ സേവ് ചെയ്തത്, ഒരാൾക്ക് നമ്മൾ 20,000 കൊടുക്കുകയാണെങ്കിൽ 2 ആൾക്ക് 40,000, 40,000 ഇൻറ്റു ഒരു വർഷത്തേക്ക് കൂട്ടി നോക്കുക, 4 ലക്ഷം വരും. അല്ലെങ്കിൽ 5 ലക്ഷം, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 5 ലക്ഷം വരും. ഈ 5 ലക്ഷം സ്ഥാപനത്തിന് ഞാൻ ഉണ്ടാക്കി കൊടുത്തു ഇപ്പോ. കാരണം അവരെന്ത് ചെയ്തു, അവിടെ നിലവിലുള്ള ആൾ തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്യുപ്ഡ് ആക്കി. പിന്നെ ഈ ഒരു പോസ്റ്റിന് ആൾ ആവശ്യമില്ലാത്ത വിധം അവിടെ അത് റീപ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട്, നമ്മളുടെ ഒരു ചെറിയ ട്രെയിനിങ് കൊണ്ടാണ് അവിടെ ആ ഒരു ജോലി ഷിഫ്റ്റ് അടക്കം സംഭവിക്കുന്നത്. ഇത് വെറുതെ ശൂന്യം എന്ന് പറയുന്നതല്ല, ഇത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ അനുഭവമാണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ നമ്മൾ ആ ലെവലിലേക്ക് ട്രെയിനറായി വരികയോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്കില്ല് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ ഫീൽഡിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ സർക്കിളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോ വേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, സ്കിൽഡ് ആകുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നേരത്തെ ചോദിച്ചാൽ നിങ്ങളൊക്കെ ഉത്തരം പറഞ്ഞു യെസ് എന്ന് പറഞ്ഞത് ആവശ്യകതയാണെന്ന്. ഇനി ഞാൻ അടുത്ത ചോദ്യം, നമുക്ക് ഇത്തരത്തിലുള്ള സ്കില്ല് വേണം, ഈ സ്കില്ല് എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഇതിലുണ്ട്? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയാൽ തിരക്കേടില്ല എന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട് ഇപ്പൊ നിലവിൽ ഉള്ള ടീമിന്? 1 ടൈപ്പ് ചെയ്താൽ മതി. 1 അല്ലെങ്കിൽ അതിൽ എക്യുപ്ഡ് ആവണം
എന്ന് തോന്നുന്ന ആളുകൾക്ക് ഒന്ന് പറയാം. ഓക്കെ, ഷുവർ. അപ്പൊ നമ്മള് ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാല് നമുക്ക് തന്നെ ഒരു ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കിട്ടുന്നു, നമുക്കിത് കിട്ടണം എന്ന് വരുന്നു. പിന്നെ അടുത്ത നമ്മളുടെ ഒരു മുന്നിലുള്ള വിഷയം പിന്നെ എവിടുന്ന് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. അപ്പോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് സത്യത്തിൽ നമ്മുടെ ഇപ്പൊ പറയുന്ന സീരിയസ് എഡ്ജ് എന്ന് പറയുന്നത്. ഞാനിപ്പോ പിന്നെ നമ്മള് ഒരു ടീമായിട്ട് തന്നെ കഴിഞ്ഞൊരു ഒരു വർഷത്തിലധികമായിട്ട് എഐക്ക് ഇങ്ങനെ ഫെമിലിയർ ആയിട്ട് വന്ന ഉടനെ തന്നെ നമ്മൾ ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് എടുത്ത് ഇറങ്ങിയ ഒരു പിന്നെ സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യങ്ങൾ ബോധ്യമാക്കിയപ്പോൾ ആരെങ്കിലും ഒന്ന് മുന്നിൽ നിൽക്കണം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അതിന് ശേഷമുള്ള അനുഭവം ഈ പറയുന്ന ഒന്ന് ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടു, രണ്ടാമത് എനിക്ക് വേണം എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. ഈ രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോ പിന്നീട് ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ഒന്നൊന്നര അല്ലെങ്കിൽ ഒരു വർഷത്തിന് ഇടയ്ക്ക് ഈ ഒരു സംഗതി മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സിന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവര് അതിനു വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ അറേഞ്ച് ചെയ്തു. അവര് അത്തരം വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ, കാരണം പ്രോബ്ലം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അതിന്റെ സ്ട്രാറ്റജി പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ സൊല്യൂഷനാണ്. അപ്പൊ ഈ സൊല്യൂഷൻ ലെവലിലേക്ക് വരുമ്പോൾ അതിന് നമ്മളെ മുന്നിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് സ്കില്ല് ഈ കാര്യത്തിൽ കുറച്ച് നോളജ് ഉള്ള ഒരാളെ സംബന്ധിച്ചോളം അയാളെ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാം. നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്, ആർക്കും സ്വന്തം എന്തും പഠിക്കാം. അതേസമയത്ത് നമ്മുടെ ജനറേഷന്റെ ഒരു പരിമിതി എന്താ വെച്ചാൽ നമുക്ക് പുതിയ തരത്തിലുള്ള ടെക്നിക്കൽ സ്കില്ല് പെട്ടെന്നുകൊണ്ട് പഠിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ 100,000 സൈറ്റുകളിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടുക എന്നുള്ളത് നമ്മുടെ ഈ തിരക്കിന്റെ ഇടയിലൊന്നും പെട്ടെന്ന് കഴിയുന്നൊരു കാര്യമല്ല. അപ്പോൾ അത് കഴിയുന്ന ആളുകൾ ആ രീതിയിൽ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് കഴിയുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും സ്വന്തമായിട്ടൊക്കെ ഗവേഷണം നടത്തി അതിൻ്റെതായ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഓൺലൈനിൽ കുറെ ക്യാഷ് ഒക്കെ കൊടുത്ത് അങ്ങനെ പലരും ആ രീതിയിൽ പഠിച്ചെടുക്കുന്നുണ്ടാവും. ഇത് പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ ഒരു കാറ്റഗറിയില്ല, നമ്മളെ മക്കളൊക്കെ അതിൽപ്പെടും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല, കാരണം അവർ ടെക്നോളജി മേലിൽ ഇറങ്ങി അതിൽ ജനിച്ച് വീണ ആളുകളാണ്. നമുക്കാണ് എന്ത് ചെയ്യുന്നത്, ചിലപ്പോ നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഒരു പുതിയൊരു ഫീച്ചർ കാണണമെങ്കിൽ വേറെ ആളും കാണിച്ചു തരണം. ശരിയല്ലേ? നിങ്ങളെ ഫോണിൽ തന്നെ ഉള്ള ഫീച്ചർ ആയിരിക്കും. അപ്പോ ആരെങ്കിലും ഫോണില് പിന്നെ ഇപ്പൊ ഇന്നലെ ഇത് വന്നിരുന്നു, ശ്രദ്ധിച്ചോ അറിയില്ല, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അതായത് ഇമേജ് ജനറേഷന്റെ ബട്ടൺ നമ്മുടെ ഫോണിന്റെ വാട്സാപ്പിൽ തന്നെ വന്നിട്ടുണ്ട്, ഇമാജിൻ എന്ന് പറഞ്ഞിട്ട് അറ്റാച്ച് ബട്ടണിൽ കണ്ടിരുന്നോ? നമ്മുടെ ഫോണിൽ തന്നെയുള്ള പല കാര്യം നമ്മൾ കാണാത്തത്, നമ്മുടെ ജനറേഷൻ അത് ആ ഒരു ഒഴുക്കിൽ അങ്ങനെ പോകുന്ന ആളുകളാണ്. നമ്മൾ പുതുതായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുന്നിടത്തും അത് അബ്സർവ് ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ നമുക്കൊരു ബാരിക്കേഡ് ഉണ്ട്. ഇതിനെ മറികടക്കാൻ നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ ഒരു ലെവലിലേ കഴിയുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കാരണം നമ്മളെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് പുതിയ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ ഒരു എന്തെങ്കിലും സപ്പോർട്ട് അല്ലെങ്കിൽ ആരെങ്കിലും കാണിച്ചു തരിക അല്ലെങ്കിൽ പറഞ്ഞു തരിക എന്ന രീതിയിലാണ് വരിക. ഞാൻ ഇനി കൃത്യമായിട്ട് ഞങ്ങളോട് ചോദിക്കാം, നിങ്ങൾ അത്യാവശ്യം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം അല്ലേ? ഞാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലാത്തൊരു ഇതിലുണ്ടാവാൻ സാധ്യതയില്ല. അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. നിങ്ങളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്രയോ മുകളിലാണ് വിദ്യാഭ്യാസപരമായിട്ടും മറ്റൊക്കെ. നിങ്ങള് നിങ്ങളെ മക്കളെ ഈ ടെക്നോളജി പരമായിട്ട് ആശ്രയിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ശരി, മക്കളോട് പോകേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാത്ത ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. തിരിച്ചൊരു ചോദ്യം, നിങ്ങളുടെ മക്കൾ എപ്പോഴെങ്കിലും ഫോണിലെ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടോ? ഉമ്മച്ചി ഇതെങ്ങനെ ചെയ്യുക, ഉപ്പച്ചി ഇതെങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഈ ആപ്പ് എങ്ങനെ ഓപ്പൺ ചെയ്യുക, ഇതെങ്ങനെ വർക്ക് ചെയ്യുക, ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കുട്ടി അതായത് നിങ്ങളെ ഇതിലേക്ക് ഗുരുവാക്കിയിട്ടുണ്ടാവും. ഇത് ഞാൻ ധൈര്യത്തിൽ പറയാൻ കാരണം ഞാൻ ഈ കേരളം മൊത്തം ഓടിയിട്ട് ട്രെയിനിങ് നടത്തുന്ന എന്നെ പോലും എന്റെ മക്കൾക്ക് ഈ വിഷയത്തിൽ ആവശ്യമില്ല. ഇത് 100% കറക്റ്റാണ്. ഞാൻ ഇന്നിപ്പോ അങ്ങനെ ചർച്ച ചെയ്തത്. കാരണം അവര് എന്നോട് ഒരു കാര്യവും ഫോണിലോ ആപ്പിലോ എയിലോ ഒന്നും ചോദിക്കാറില്ല. ഒന്നാം ക്ലാസ്സിലെ മോനുണ്ട്, 6ാം ക്ലാസ്സിലെ മോനുണ്ട്, 9ാം ക്ലാസ്സിലെ മോനുണ്ട്. ഈ മൂന്നാളും ഇന്നേവരെ ഒരു കാര്യം ചോദിക്കലില്ല. അവര് ഫോൺ കിട്ടിയ സ്വന്തമായിട്ടൊക്കെ ചെയ്യും. ഇത് അവർക്ക് പ്രത്യേക ട്രെയിനിങ് കിട്ടിയോണ്ടോ കൊടുത്തോണ്ടോന്നല്ല. അതാണ് പുതിയ ജനറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കോ വേണ്ടേ? വേണം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്,
ഈ ഒരു ഇത്തരത്തിലുള്ള പ്രോഗ്രാം തന്നെയാണ് നമ്മളുടെ ഒരു സാധ്യത. പുതിയ കുട്ടികളെ വെച്ചിട്ട് നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ ഒരു സ്പേസ് ആണെന്ന് ശരിക്കും നമ്മൾ സീരിയസ് എജു ശരിക്ക് നമ്മൾ ഉപയോഗപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇതൊരു ആവശ്യകതയാണെന്നുള്ള ബോധ്യമാക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതും ഒപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത്, കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു 50-ഓളം സ്കൂളുകളിൽ ഏകദേശം പിന്നെ ഒരു 5000 ഒക്കെ ടീച്ചേഴ്സ് എന്ന് ആണെങ്കിൽ ടോട്ടൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു 100-300ഓളം സ്ഥാപനങ്ങളിൽ ഒക്കെ ഈ പറയുന്ന KG ക്ലാസ്സുകൾ ഉണ്ടാവും, LP ഉണ്ടാവും, UP ഉണ്ടാവും. ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ടീച്ചേഴ്സിന് ടോട്ടൽ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നടത്തുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ഈ പ്രീ സ്കൂൾ മേഖലയിലുള്ള ഹെവൻസ് സ്കൂളിന്റെ കേരളത്തിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെ ടീച്ചേഴ്സിനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഏകദേശം 600ഓളം ടീച്ചേഴ്സിന് ഈ രീതിയിലുള്ള ട്രെയിനിങ് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു. ഓരോ സ്കൂളുകളിൽ നിന്നും ഒരു 3-4 ടീച്ചേഴ്സ് ഇതാണ് വരുന്നത്. അപ്പോൾ ഇത്രയും സ്കൂളുകളിൽ ഇപ്പോൾ ഈ പ്രീ ക്ലാസ്സുകളിൽ ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ അതിന്റെ ഒരു ഫീഡ്ബാക്ക് ടെസ്റ്റ് മൂലയിലേക്ക് ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ സ്കൂളിൽ പോയി ചെയ്യുന്ന പ്രോഗ്രാമിന് പുറമെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാം എന്താ വെച്ചാൽ ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ടെക് കഫേ എന്ന പേരിൽ കോഴിക്കോട് വെച്ച് നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ 3 ബാച്ച് ശരിക്ക് ഇപ്പോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4ാമത്തെ ബാച്ച് ഓഗസ്റ്റ് 23 to 25, അതായത് ഈ വരുന്ന മാസം തന്നെ, ഇന്ന് 31 നാളെ ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റിലെ ലാസ്റ്റ് വെള്ളി ഈവനിങ് തുടങ്ങി ശനി ഞായർ ഈവനിങ് വരെ ഒരു 3 day വർക്ക്ഷോപ്പ് ഇതിനു വേണ്ടിയിട്ട് ഇനി 4ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് പിന്നെ താല്പര്യം, ഇപ്പൊ ഈ പറഞ്ഞൊക്കെ നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉള്ള ഒരു വേദിയാണ് ഈ ടെക് കഫേ എന്ന് പറയുന്ന വേദി. ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേദി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ഉപയോഗപ്പെടുത്താം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ ഈ ഓൺലൈൻ ട്രെയിനിങ്ങിന്റെ ഒരു പരിമിതി ഉണ്ട്. നമുക്ക് ഒരു അരമണിക്കൂറിലോ 1 മണിക്കൂറിലോ അധികം ഒന്നും നമുക്ക് ഈ പ്രത്യേകിച്ച് ടെക്നിക്കൽ സാധനങ്ങളൊന്നും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ എവിടെ എത്തൂല, നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അതേ സമയത്ത് നമ്മളിപ്പോ ഇതിനു വേണ്ടി എന്ത് ചെയ്യാണ്, ഒരു 10, 25, 30 മണിക്കൂർ മാറ്റി വെക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നന്നായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, നന്നായിട്ട് മുങ്ങി കുളിക്കാൻ പറ്റും. അങ്ങനെ മുങ്ങി കുളിച്ചാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ലൈഫിൽ അത് എഫക്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരു 1 മണിക്കൂറിന്റെ സെഷൻ നടത്തി പോയാൽ മതി. പക്ഷെ അതിന് പകരം നമുക്കിത് വേർത്താവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ രീതിയിൽ ഇത് എന്ത് ചെയ്യണം, നമ്മളൊന്ന് ഇരിക്കണം അതിനായിട്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളെ പേഴ്സണൽ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു പൊളിച്ച് ഒന്ന് കൂടിയാൽ നമുക്ക് ഈ ഒരുപാട് സ്കില്ലുകൾ കിട്ടും. ഇതിലിപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കില്ല് കുറവുള്ള ആളുകളുണ്ടാവും. പക്ഷെ നമ്മുടെ ടീം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു പിന്നെ പരിമിതികളെ നമുക്ക് മറികടക്കുവാൻ അതിലൂടെ കഴിയും. കാരണം കൊളാബറേറ്റീവ് എന്ന് പറയുന്ന പുതിയ കാലത്ത്, അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന പുതിയ കാലത്ത് ഏറ്റവും വലിയ ഒരു ടൂളാണ്. കാരണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇനിയുള്ള കാലത്ത് ഇത് ആവശ്യമാണ്. ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നതിലുപരി ഈ കൊളാബറേറ്റീവ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ, കൂട്ടായ്മയിലൂടെ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പറയുന്ന ടെക് കഫേ 4.0 എന്ന് പറയുന്ന നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ ടെക് കഫേയുടെ കഴിഞ്ഞ 3 എപ്പിസോഡുകളും 3 പിന്നെ ബാച്ചുകളിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് ഇത് തന്നെയാണ്. കാരണം അവർ വരുമ്പോ അവർക്ക് ഇത്രയും സാധ്യത ഉണ്ടെന്ന് പറയാൻ അറിയാതാണ് വരുന്നത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ബാച്ചിലൊക്കെ വരുന്നവര് ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ അവരടക്കം തിരിച്ചു പോകുന്നത് എന്ത് ചെയ്യാണ്, അവർ വലിയൊരു സംഗതി കിട്ടിയതായിട്ടുള്ള അനുഭവത്തോടു കൂടിയാണ്. അപ്പൊ ഇതിന് കാരണം എന്താ വെച്ചാൽ അത്രയും വലിയൊരു ലോകമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ ഇന്നലെ നിങ്ങൾ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ അറിയില്ല, അതിൽ പങ്കെടുത്ത ഒരാള് പിന്നെ അടുത്ത ബാച്ചിൽ കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന്റെ കാരണം എന്താ വെച്ചാല് പിന്നെ അടുത്ത ബാച്ചിൽ നമ്മളൊരു സെഷൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് മീഡിയ വൺ അക്കാദമി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പിന്നെ മീഡിയ വൺ അക്കാദമിയുടെ അല്ലെങ്കിൽ മീഡിയ വൺ ചാനലിന്റെ അക്കാഡമിക് സെഷൻ അവർ നടത്തുന്ന ഒരു പിന്നെ 2 day വർക്ക്ഷോപ്പ് നടത്താറുണ്ട്.
മൊബൈൽ ജേർണലിസം, അതായത് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ സാധ്യതകൾ, ഒരു ജേർണലിസം വരെയുള്ള കാര്യങ്ങൾ എങ്ങനെ മൊബൈൽ സാധ്യതകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വർക്ക്ഷോപ്പാണ്. ഒപ്പം തന്നെ ചാനൽ സംവിധാനങ്ങളുടെ ഒക്കെ സാന്നിധ്യത്തിൽ അവയൊക്കെ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാൻ അടക്കം പറ്റും. ഒപ്പം തന്നെ അവിടുത്തെ അക്കാദമിയിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു കോഴ്സ് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കഫേ 4ന്റെ പ്രത്യേകത. ഇതുവരെ നമ്മൾ മാത്രം ചെയ്തിരുന്ന ഒരു സംഗതിക്ക് ഇനി മീഡിയ വൺ അക്കാദമിയുടെ സർട്ടിഫിക്കറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ നെക്സ്റ്റ് ബാച്ച് വരുന്നത്. അപ്പോൾ അതിൽ 2 ഡേ മീഡിയ വണ്ണിലും 2 നൈറ്റ് വരുന്നത് നമ്മളുടെ AI ട്രെയിനിങ്ങും ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പാക്കേജാണ് ഈ വർഷം, ഈ ഒരു മാസം പുതിയ ബാച്ചിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് പിന്നെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും ഒരു ഫീഡ്ബാക്ക് വെറുതെ നമ്മളൊരു പിന്നെ എന്താണ് പറയാ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ. അവർ പറഞ്ഞ അതേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പറയാം, എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഈ രീതിയിൽ ഉള്ളൊരു പ്രോഗ്രാം ആണ് എങ്കിൽ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യാൻ നിങ്ങളുടെ പേരും നമ്പറും ഒന്ന് ചാറ്റ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അയച്ചാൽ മതി. നിങ്ങൾ നമ്പറും കൂടി കൂടാൻ ടൈപ്പ് ചെയ്യും, കാരണം നിങ്ങളെ ചിലപ്പോ ആക്സസ് കിട്ടൂല, അതുകൊണ്ടാണ്. ഇപ്പൊ സൂമിൽ നിങ്ങളെ ആരാന്നൊരു ഒരു ഐഡിയ ഇല്ലല്ലോ, പേര് മാത്രമേ കാണിക്കുന്നുള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ നമ്പർ കൂടി ഒന്ന് ചാറ്റ് ചെയ്തോളൂ, ഒന്ന് ചാറ്റ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാം. പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഫോണിലൂടെ മറ്റോ സംസാരിക്കാം. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഇനി ഇതിന്റെ കുറച്ച് ബെനിഫിറ്റ് കാര്യങ്ങൾ കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടില്ല. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പിന്നെ ഒന്ന് പറയാം, ഒന്ന് പേരും നമ്പർ ഒന്ന് ചാറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചാറ്റ് ചെയ്യും. ഓക്കെ, അതിന്റെ ഫീ ഡീറ്റെയിൽസുകൾ പറയാം. ഓക്കെ, ബാക്കിയുള്ളവരൊന്ന് ടൈപ്പ് ചെയ്യും, ജസ്റ്റ് നമ്പറും പേരും ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, നമ്മൾ ഇതിന്റെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇപ്പൊ മുമ്പ് പ്രസന്റ് ചെയ്താണ്, ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ നിലവിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയുടെ ഒരു എഫിഷ്യൻസി കൂട്ടുക എന്നതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ ഒരു ക്രിയേറ്റീവ് ലെവലിൽ, ഒരു നെക്സ്റ്റ് ലെവലിൽ ഒരു ട്രെയിനർ എന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ, ഒരു ട്രെയിനർ നിലയ്ക്ക് നമുക്ക് ഒന്നുകൂടി അപ്ഗ്രേഡ് ആവാൻ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ AI സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു ട്രെയിനർ ആവാം. പുതിയ കാലത്ത് വലിയ സാധ്യതയാണ് ട്രെയിനിങ് മേഖല എന്ന് പറയുന്നത്. ഇപ്പോൾ AI മാത്രമല്ല, നിങ്ങളുടെ ഏത് ടോപ്പിക്കിലും നിങ്ങളൊരു ട്രെയിനർ എന്ന ലെവലിലേക്ക് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ട്രെയിനിങ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒരു ഫോക്കസ്. ഓക്കെ, അപ്പോ അതിന്റെ സാധ്യത എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഒരു ഏണിങ്ങിന്റെ ഒക്കെ സാധ്യതകൾ ഇപ്പൊ നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പുറത്ത് സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ ട്രെയിനർ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ അതിന് നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും ഉണ്ടാവും. കാരണം നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ പല പ്രോഗ്രാമുകളും ചെയ്യാനുള്ള ഒരു
ഓപ്പർച്യൂണിറ്റി കൂടി നിങ്ങൾക്ക് വരും ചെയ്യും. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ആ സംഗതി ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു ബെനിഫിറ്റ് ആണ് നമ്മൾക്കൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡ് മുന്നോട്ട് വെക്കാതെ അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാതെ ഇനിയുള്ള കാലത്ത് നമുക്കൊരിക്കലും പിന്നെ ഒരു മേഖലയിൽ പിടിച്ചിക്കാൻ കഴിയില്ല. അപ്പൊ എങ്ങനെ എയുടെ ടൂളുകളും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം. അപ്പൊ ഈ ഒരു രണ്ട് സംഗതിയെ അതോടൊപ്പം തന്നെ മൊബൈലിന്റെ സാധ്യതകളെ നമുക്ക് ഡെയിലി ലൈഫിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഇങ്ങനെയുള്ള സാധ്യതകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതിൽ തന്നെ പുറമെയാണ് നമുക്കിപ്പോ ഈ മോജോ കോഴ്സും അതിന്റെ സർട്ടിഫിക്കറ്റും വരുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിന് നമ്മൾ ഈ മാസം നടത്തുന്ന ഈ പ്രോഗ്രാമിന് 3 പാക്കേജ് ആയിട്ടാണ് നമ്മളത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പാക്കേജ് 1 എന്ന് പറയുന്നത് പിന്നെ ഈ 2 ദിവസത്തെ മോജോ എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് മാത്രം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5000 ആണ് അതിന്റെ ചാർജ് ആയിട്ട് ഉള്ളത്. അതായത് നമുക്ക് ഈ മൊബൈൽ ജേർണലിസം വർക്ക്ഷോപ്പ് മാത്രമായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിന്നെ അതിന്റെ ഒരു ഫീസായിട്ട് വരുന്നത് 5000 ആണ്. അതേ സമയത്ത് നിങ്ങൾ നമ്മളുടെ ഈ പാക്കേജ് മൊത്തം, അതായത് പിന്നെ 3 ഡേ വർക്ക്ഷോപ്പ്, അതായത് നമുക്ക് ഫലത്തിൽ എന്ത് ചെയ്യുന്ന ഒരു 4 ദിവസത്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും, അതിന്റെ ഇരട്ടി കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു പാക്കേജ് ആണ് നമ്മളിപ്പോ നിലവിലുള്ളത്. നേരത്തെ അത് 6500 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തു, അത് ഈ പറയുന്ന സർട്ടിഫിക്കറ്റും കൂടി ആഡ് ചെയ്തുകൊണ്ട് അത് ജസ്റ്റ് എന്ത് ചെയ്യാണ് 7500 എന്ന ഒരു പിന്നെ ഫീസാണ് അതിന് ഉള്ളത്. അപ്പൊ ഇതന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബെനിഫിറ്റ് ആക്കി തരാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടി ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ പിന്നെ ഫീസ് പറയുന്നത് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആക്കി തരാവുന്ന ഒരുപാട് കാര്യങ്ങൾ, മെറ്റീരിയൽസ് കൂടി ഇതിന് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു സംഗതിയാണ് നമുക്ക് ക്യാൻവ. നമ്മുടെ ഡിസൈനിങ് മേഖലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ക്യാൻവ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്യാൻവയുടെ പിന്നെ ടൂള് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ പ്രീമിയം വേർഷൻ ഇതിന്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ 4000 വരുന്ന ഈ സാധനം നമ്മൾ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് നൽകുന്നു. പിന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഇ ബുക്സുകളുടെ, അതുപോലെ തന്നെ PPTകളുടെ കളക്ഷൻസ്, അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന വീഡിയോ എഡിറ്റിംഗിന്റെ ഒക്കെ പ്രോ വെർഷൻസ്, ഇങ്ങനെ എയുമായി ബന്ധപ്പെട്ട കുറെ ടൂളുകളുടെ പ്രോ അക്കൗണ്ടുകൾ, ഇങ്ങനെ തുടങ്ങുന്ന നമുക്ക് ഏകദേശം ഒരു 10,000 അതിന്റെ മുകളിലോ വേർത്താവുന്ന കണ്ടന്റുകൾ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ 1500 രൂപ അഡ്വാൻസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്യാൻവയും അതുപോലെ തന്നെ മറ്റുള്ള പ്രീമിയം സംഗതികൾ നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ബാക്കി അവിടെ സ്പോട്ടിലെത്തുന്ന സമയത്താണ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നീട് നമുക്ക് ഈ എമൗണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് തിരിച്ച് എടുക്കാവുന്ന സംവിധാനമുണ്ട്. കാരണം ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇഷ്ടംപോലെ സ്കൂളുകൾ ഉണ്ടാവും. ഇത്തരം ട്രെയിനിങ് സെഷനൊക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കോർഡിനേറ്റർ ആയി നിന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മൂന്നാമത്തെ ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഒരു 1 മന്ത് ഓൺലൈൻ സപ്പോർട്ട് അടക്കം കൊടുത്തുകൊണ്ട്, ഓൺലൈൻ സെഷൻ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, നമ്മുടെ ഒരു സീരിയസ് ക്ലബ്ബ് എന്നുള്ള രീതിയിൽ ഒരു പിന്നെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു പാക്കേജാണ്. അതിലാണെങ്കിൽ കുറെ അഡ്വാൻസ് ആയിട്ടുള്ള സെഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു 1 ഇയർ കൂടെ നിൽക്കുകയും 1 മന്ത് ഓൺലൈൻ സപ്പോർട്ടും കൊടുക്കുന്ന അതിന്റെ ഒരു പാക്കേജാണ് മൂന്നാമത്തെ ഉള്ളത്. അതിന് 10,000 ആണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചെടുക്കാനുള്ള ഒരു മനസ്സും കൂടി നമുക്കുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. അതിലിപ്പോ നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ എന്താണെന്ന് വെച്ചാൽ ഈ 10,000ന്റെ സംഗതി നമ്മൾ എന്ത് ചെയ്യുന്നു, 7,500 കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ജസ്റ്റ് 3 ഡേ വർക്ക്ഷോപ്പിന് ഉള്ള എക്സ്പെൻസ് മതി ഈ പറയുന്ന 3rd പാക്കേജ് നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് ഈ 2-3 ദിവസം കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾക്ക് 1,500 രൂപ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാക്കേജ് 3 പാക്കേജ് 2ന്റെ അതേ പ്രൈസിൽ നമ്മൾ കൊടുക്കുകയാണ്. ഇത് വെറുതെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പിന്നെ പറയുന്നതല്ല, നമുക്ക് ഒരുപാട് സാധ്യതകൾ ഇതിന്റെ പുറകെ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മളുടെ ഒരു എക്സ്പെൻസ് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, വെറുതെ നമ്മൾ സ്ഥലത്ത് 3 ദിവസം ഭക്ഷണം കഴിച്ച് നമ്മളുടെ പിന്നെ AC റൂമിലൊരു പ്രോഗ്രാമും കിടന്നുറങ്ങി കഴിഞ്ഞാൽ തന്നെ റൂം എടുത്തിട്ട് നമ്മളൊരു 3 ദിവസം വെറുതെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയാൽ തന്നെ നമുക്ക് വരുന്ന എക്സ്പെൻസ് ആണ് ശരിക്കും ട്രെയിനിങ്ങിൽ മൊത്തം വരുന്നത്. അതായത് അത്രയും പിന്നെ വേർത്താവുന്ന രീതിയിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു 10-30 മണിക്കൂറിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക്
ഒരു പെർ അവറിന് വളരെ കുറഞ്ഞ ഒരു പേയ്മെന്റ് ആണ് ഇതിൽ വരുന്നത്. എന്ന് മാത്രമല്ല നമുക്ക് ഈ 3 ദിവസത്തെ ഫുഡും ഒപ്പം തന്നെ നമുക്ക് താമസ സൗകര്യം ഡോർമെട്രി അല്ലാത്ത ഡബിൾ ബെഡ് റൂമായിട്ട് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PMOC എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് സെന്ററിലാണ് നമ്മുടെ താമസ സൗകര്യങ്ങളുള്ളത്. അപ്പൊ നമുക്ക് ആ അർത്ഥത്തിൽ ഒരു പ്രീമിയം ലെവലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പഠിക്കാനും അതുപോലെ തന്നെ സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം കൂടി കൊടുത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എക്സ്പെൻസും കൂടി പരിഗണിച്ചിട്ട് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനെ കുറച്ചുകൂടി കൃത്യമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 7.5 എന്നുള്ളത് ഒരു 3,500 നമ്മുടെ ഒരു മൊത്തത്തിൽ എക്സ്പെൻസും ഒരു 4 നമ്മുടെ ഈ 4 ദിവസം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ പെർ ഡേ ഒരു 1000 വെച്ച് നമ്മുടെ ട്രെയിനിങ് ഫീസും ആണ് സത്യത്തിൽ ഇതിൽ വരുന്നുള്ളൂ. അതാണ് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കുറച്ച് സാവകാശം വേണം എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് മീറ്റ് ചെയ്യാവുന്നതാണ്, പറയാവുന്നതാണ്. അപ്പൊ അതും നിങ്ങളെ ആ രീതിയിൽ പരിഗണിക്കാം. ഓക്കെ, നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് നമ്മളിതിൽ എന്ത് ചെയ്യാണ്, കിട്ടുന്ന ആളുകൾക്ക് ബെനിഫിറ്റ് ആവണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് പോയത്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു ചടങ്ങിനെ പരിപാടി നടത്തി പോയിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ ഒരുപാട് തരത്തിലുള്ള പരിപാടികൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഒരു കാര്യങ്ങൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം.